संगानी की खिचड़ी में चम्मच डालने वाले कौन है तू? അദ്ദേഹം ഒരു അവതാരം. No regrets, no heartaches. Would you? തലയാ എവിടാ നിന്റൊക്കെ നേതാവ് തല? ഇവിടെ തന്നെയുണ്ട്. ബിസിനസ് പ്രപ്പോസൽ ഉണ്ട്. ഗഞ്ചാവ്, ബ്രൗൺ ഷുഗർ, ഹാഷിഷ്, ഹെറോയിൻ അന്താരാഷ്ട്ര വിപണികളുള്ള മയക്കുമരുന്നുകൾ. ഇവിടെ ഗഞ്ചാവ് സുലഭമായി കിട്ടും. അതിനെ ഹാഷിഷ് ആക്കാനുള്ള പ്രോസസ് എനിക്കറിയാം. 1 കിലോ ഹെറോയിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ 4 ലക്ഷം രൂപ വില കിട്ടും. നമുക്ക് ചിലവ് 25,000 രൂപയും. 1 കിലോ സ്വർണം വിറ്റാൽ കിട്ടുന്ന ലാഭത്തെക്കാളും 200 ഇരട്ടി. സ്വാഭാവികമായും ലാഭം കൂടുമ്പോൾ റിസ്ക്കും കൂടും, ഒപ്പം ശത്രുക്കളും. അതുകൊണ്ട് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ഇല്ലാതെ എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഗോവ, ബോംബെ, ഫാർമസ്യൂട്ടിക്കൽസ്, ഡ്രഗ്സ് അല്ലേ? അടി കൊണ്ട പ്രശ്നമില്ലാത്ത ആൾക്കാർക്കൊക്കെ മുന്നോട്ട് വരാം, അല്ലാത്തവരൊക്കെ കുറച്ച് കുറവൊന്നും. വാടാ. നമുക്ക് ഈ ബിസിനസ് വേണ്ട. എന്താ കാര്യം? നെർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. സ്വർണമോ മറ്റുള്ള സാധനങ്ങൾ പോലെയല്ല മയക്കുമരുന്ന്. ഇറ്റ്സ് എ കില്ലർ ഡ്രഗ്. ആളെ കൊല്ലി. ലക്ഷക്കണക്കിന് ആളുകളുടെ അതിനെ പിൻപറ്റി കേരളത്തിലെ യുവാക്കളുടെ ഞരമ്പുകളിലൂടെ ഒഴുകാൻ പോകുന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത ലഹരി മരുന്നുകളായിരിക്കും. ഇന്ന് ക്യാമ്പസുകളിലും സ്പോർട്സ് അക്കാദമികളിലും സിനിമാ സെറ്റിലും ഒക്കെ രഹസ്യമായി കൈമാറുന്നത് നാളെ പരസ്യമായ കച്ചവടമാകും. മാത്രമല്ല, ഈ ഡ്രഗ് കാർട്ടൽസ് ഇവിടെ നിന്ന് കൊയ്യുന്ന കോടിക്കണക്കിന് രൂപയുടെ ഡ്രഗ് മണി ഡയറക്റ്റായി ചെന്നെത്തുന്നത് ടെററിസ്റ്റ് ഗ്രൂപ്പ്സിന്റെ പോക്കറ്റുകളിലേക്കാണ്. ഡ്രഗ്സും വെപ്പൺസും നിറച്ച നിന്റെയും റൊസാരിയ ബ്രദേഴ്സിന്റെയും ഷിപ്പുകൾ ഇന്ത്യയുടെ പല ഭാഗത്തും നങ്കൂരമിടുന്നുണ്ടെന്ന് എനിക്കറിയാം. പാവം മനുഷ്യരുടെ ചോരയിലും നിലവിളിയിലും ചവിട്ടി നിന്നുകൊണ്ടുള്ള നിന്റെ ഈ ഡേർട്ടി ബിസിനസിന് വേണ്ടി കേരളത്തിലേക്ക് നീ കപ്പലെടുക്കും. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്.
നൈന, ഞാനതിറക്കില്ല. വേറെ ഒരുത്തനും അതിറക്കാനും പോകുന്നില്ല.